ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കി വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് കുട്ടികൾക്ക് സ്കൂൾക്ക് ലീവുള്ള ദിവസം അങ്ങനെ കൊണ്ട് ഞാൻ രാവിലെ എണിച്ച് സുബഹി നിസ്കരിച്ച് മോന് മദ്രസക്ക് പോയി. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഒരു 7:30 മണിയാകുമ്പോൾ എണിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്ത് വന്ന് ചെടിയിൽ നല്ല നല്ല റോസ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് അതിനെല്ലാം ഇങ്ങനെ വീഡിയോ പിടിച്ചത്. എന്നിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്ന് ഞാൻ വെള്ളം തളിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 കപ്പ് മക്രോണി ഇട്ടിട്ട് വേവാൻ വെച്ച്. ഇപ്പുറത്ത് ഒരു പാൻ ചൂടായി പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് കട്ടാക്കി വെച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ട് എല്ലാം കുറച്ച് എടുത്തിന്, ജാസ്തി എടുത്തിട്ടില്ല. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കി. ഇത് നല്ലോണം കുക്കാവണമെന്നില്ല, ഒരു പകുതി വെന്താൽ മതി. ഒരു ഹാഫ് കുക്കായി പിന്നെ അതിന് ഞാൻ മാറ്റിയിട്ട് വേറെ ഒരു പാൻ വെച്ച് പാൻ ചൂടായി പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു പകുതി ബട്ടർ ഇട്ടിട്ട് അതിനെ മെൽട്ടാക്കിയെടുത്ത്. കുട്ടികൾക്ക് സ്കൂൾക്ക് ലീവ് ഉണ്ടായ ദിവസം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കൽ. ബട്ടർ മെൽട്ടായി പിന്നെ 1.5 സ്പൂണ് മൈദ ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കി. മൈദ നല്ല ഗട്ടിയായി പിന്നെ 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നിടത്തോളം നല്ലോണം മിക്സാക്കണം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചീസ് ഇട്ട് കൊടുത്ത്, ക്രീമി ആയിട്ടുള്ള ചീസ് തന്നെ ഇത്, അത് കുറച്ച് സാൾട്ട് ഇട്ടത് അതിനിട്ട് നല്ലോണം ഇങ്ങനെ തിക്കായിട്ട് പേസ്റ്റാക്കി എടുത്ത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സും 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. ഇത് നല്ലോണം മിക്സാക്കിയിട്ടായ പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കാം. ഇത് നല്ലോണം തിക്കാവാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവണം. അതിന് ഞാൻ മക്രോണി വേവിച്ച വെള്ളം തന്നെ 1 ഗ്ലാസ് ഒഴിച്ചിട്ട് അതിനെ നല്ലോണം മിക്സാക്കി. കുറച്ച് ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ ഉപ്പുണ്ടാ നോക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. ഇനി നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇട്ടിട്ട് ഫ്ലെയിം മീഡിയം ടു സ്ലിമ്മിലേ വെക്കണം. ഞങ്ങൾ ഫുള്ള് ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് ഇതിനെ നല്ലോണം മിക്സാക്കാം. ഇത് നല്ല ഗട്ടിയാവാൻ പാടില്ല, ലൂസായിട്ടേ ഉണ്ടാവണം. ഞാൻ പിന്നെ 1 ഗ്ലാസ് മക്രോണി വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി. ഇപ്പോൾ കറക്റ്റായിട്ട് അതിന് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ക്വിക്കായിട്ട് ആക്കാനുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചീസി മക്രോണി റെഡിയായി. ഇത് ചൂടോടെ തന്നെ തിന്നണം, എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ചീസെല്ലാം ഇട്ടുകൊണ്ട് നല്ല ക്രീമി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായി. ആക്കിയില്ലെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒത്തരാക്കിക്കൊണ്ട് വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാ റൂമിൻ്റെ ബെഡെല്ലാം നീറ്റായിട്ട് പിരിച്ചിട്ട്. രാവിലെ കുട്ടികൾ പിന്നെ ഹസ്ബൻഡെല്ലാം കിടന്നിട്ടുണ്ടായതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾക്ക് ബെഡെല്ലാം പിരിച്ചിടാൻ കഴിയില്ല. അവരെല്ലാം പോയി എണിച്ച പിന്നെ ഞങ്ങൾക്ക് എല്ലാ ബെഡ് പിരിച്ചിടാൻ കഴിയും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയ പിന്നെ തന്നെ ഒരു സൈഡിൽ തന്നെ ഫുള്ള് ക്ലീനിങ്ങും അടിക്കലും തുടക്കലെല്ലാം ആക്കി ഇങ്ങനെ ഒരു ഉച്ചയാകുമ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ടാകുന്നു. അങ്ങനെ പെരെല്ലാം ഒത്തരാക്കിയിട്ടാകുമ്പോൾ കുറേ തുണി ഉണ്ടായി തിരുമ്മാൻ. ഉള്ളിൽ കുട്ടികൾ മാറ്റിയിട്ടതും പിന്നെ എല്ലാവർക്കും കുളിച്ചിട്ട് മാറ്റിയത് തുണിയെല്ലാം ഉണ്ടായി. അപ്പോൾ അതിനെല്ലാം കൊടുത്തിട്ട് കൗവാനിട്ട്. അപ്പോൾ ഇത് തുണി കയറ്റാകുമ്പോഴേക്കും എൻ്റെ ഉള്ളിലത്തെ പണിയെല്ലാം ആയിട്ടുണ്ടാകുന്നു. പിന്നെ ലാസ്റ്റ് ഉണങ്ങാനിട്ടാൽ മതി. പിന്നെ പുതിയത് വെളുത്ത തുണിയെല്ലാം ഞാൻ കയ്യിൽ തന്നെ തിരുമ്പല്, മെഷീനിലിടാറില്ല. അങ്ങനെ തുണി മെഷീനിലിട്ടിട്ടായ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ അടിച്ച് പറിക്കൊണ്ട് വന്ന് ഞാൻ ഇവിടെ അടിച്ച് പറിക്കൊണ്ടുണ്ടാകുമ്പോൾ ഉമ്മ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയ പാത്രമെല്ലാം ഉണ്ട്, അതെല്ലാം കയറ്റി വെച്ചുകൊണ്ടുള്ളത്. അങ്ങനെ എല്ലാ റൂമും അടിച്ച് പറിക്കൊണ്ട് വന്ന് ഉമ്മ പാത്രമെല്ലാം കയറ്റി വെച്ചതെല്ലാം ഞാൻ എടുത്ത് വെച്ച്. ഇത് രാവിലത്തെ മാത്രം പാത്രമല്ല, ഇത് നൈറ്റ് ഞങ്ങൾ കയറ്റി വെച്ച പാത്രം അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ അതിനെല്ലാം എടുത്തിട്ട് അതൊരു സ്ഥലത്ത് എടുത്ത് വെച്ച്. പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ടായ പിന്നെ ഗ്യാസ് സ്റ്റൗവിലെല്ലാം നല്ലോണം മെസ്സി ആയിട്ടുണ്ടായി. അതിനെല്ലാം പാത്രമൊക്കെ ഒന്ന് ലിക്വിഡ് ഇട്ടിട്ട് അതിനെല്ലാം ഒന്ന് സ്ക്രബാക്കി എടുത്ത്.
അതിൻ്റെ ബാക്ക് സൈഡിലും പിന്നെ ചുമരിലെല്ലാം നല്ലോണം എണ്ണ പിന്നെ കരി എല്ലാം തിരിച്ച് വൈറ്റായ കൊണ്ട് എണിച്ച് കാണുന്നു. അങ്ങനെ കൊണ്ട് അതെല്ലാം നീട്ടായിട്ട് തുടച്ച് ഞാൻ ഫസ്റ്റ് ഒരു ഉണക്ക് തുണിയിൽ തുടച്ചിട്ട് പിന്നെ അതിന് ഞാൻ ചണ്ടിയാക്കിയിട്ട് പിന്നെ തുടക്കൽ. അപ്പോൾ സ്റ്റൗ നല്ല നീട്ടായിട്ടുണ്ടാകുന്നു. അങ്ങനെ കൗണ്ടർ ടോപ്പും പിന്നെ ബാക്കിലുള്ള ടൈൽസും ഗ്യാസ് സ്റ്റൗവെല്ലാം നീട്ടായിട്ട് തുടച്ച് പിന്നെ ഈ സ്റ്റൗവിൻ്റെ ഈ പ്ലേറ്റുകളും പിന്നെ അതിൻ്റെ റിങ്കെല്ലാം ഞാൻ കയറ്റി വെച്ചിട്ടുണ്ടായി. അത് ഉണങ്ങി പിന്നെ ഇതിനെല്ലാം എടുത്തിട്ട് വെച്ച് കഴിഞ്ഞ് അങ്ങനെ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കിയിട്ട് ആയ പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് സിങ്ക് ഒക്കെ പോലെ ലാസ്റ്റക്ക് ഈ ബ്രഷ് ഞാൻ മീഷോന്ന് മേടിച്ചത് 2 എണ്ണത്തേക്ക് 80-90 എന്തോ ഉണ്ടായി. നല്ല പാങ്ങാണ് ഇത് സിങ്ക് കഴുകാനും. പിന്നെ അതിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ച് വെക്കാം അതിൻ്റെ ബാക്ക് സൈഡിൽ. എന്നിട്ട് ഞാനൊന്ന് ഹാൻഡ് വാഷ് ആക്കുന്ന സിങ്കിലും ഒന്ന് പാത്രമൊക്കെ ഒന്ന് സിങ്കിൽ 2 എണ്ണം 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പാങ്ങാണ് ഈ സൈഡ് കോർണറിലെല്ലാം നല്ല നീറ്റായിട്ട് തുടക്കാൻ കഴിയുന്നതിൽ. പിന്നെ സൈഡിലുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈപ്പാക്കി എടുത്ത് കിച്ചണെല്ലാം ക്ലീൻ ആയ പിന്നെ ഞാൻ ടീപ്പായികൾ പിന്നെ ഗോഡ്രേജ് ഫ്രിഡ്ജ് ഇങ്ങനത്തതെല്ലാം ഞാൻ ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളവും കുറച്ച് വിനീഗറെല്ലാം ഇതാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ടായി. അതിനിങ്ങനെ ജസ്റ്റ് സ്പ്രേ ആക്കിയിട്ട് എല്ലാം തുടച്ചുകൊണ്ട് വന്ന് അതെല്ലാം തുടച്ചിട്ട് ആയ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് നല്ല തുടച്ചുകൊണ്ട് വന്ന് എല്ലാ റൂമും തുടച്ചിട്ടായ പിന്നെ ടോയ്ലറ്റ് ബാത്റൂമെല്ലാം കൈറ്റായിട്ട് അപ്പൊക്കെ എൻ്റെ മെഷീനിലുള്ള തുണിയെല്ലാം തിരുമ്പിയിട്ടായിട്ടുണ്ടായി. അതിനെല്ലാം ഉണങ്ങാനിട്ടിട്ട് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്ന് എന്നിട്ട് ഉച്ചക്കുള്ള ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്ന് ഇന്ന് ഞാൻ എഗ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുക്കറിൽ തന്നെ ഞാൻ ഫസ്റ്റ് മുട്ട പോകാൻ വെച്ച് കുക്കറിൽ വെച്ചെങ്കിൽ വേഗം വെന്ത് കിട്ടുന്നു. ഒരു വിസിലാക്കിയാൽ മതി. പാത്രത്തിൽ വെച്ചാൽ കുറേ നേരമാണ്. കുക്കറിലും കുറേ വിസിലാക്കിയെങ്കിൽ വേഗം വന്ന്. പിന്നെ ഈ ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിയത്. ഇത് അത്ര നല്ലയില്ല, ക്വാളിറ്റി അത്ര നല്ലയില്ല. പിന്നെ മുട്ട കുറച്ച് ബണ്ണത്തിലെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രഷാക്കുമ്പോൾ പൊട്ടി പോകുന്നു. ഒരു 4-5 മുട്ട അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ മുട്ട വേവാൻ വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇട്ടിട്ട് വേവാൻ വെച്ച് അങ്ങനെ മുട്ട വേവാൻ വെച്ചിട്ടായ പിന്നെ ഞാൻ ബിരിയാണിക്ക് വേണ്ടി വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കിയെടുത്ത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം, 4 ഉള്ളി, 4 തക്കാളി എടുത്തിന് അതിനെല്ലാം ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ടാക്കി വെച്ച് ബിരിയാണിക്ക് പൊട്ടാറ്റോ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് ഇടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ കൊണ്ട് ഞാൻ എന്ത് ബിരിയാണി ആക്കുന്നെങ്കിൽ പൊട്ടാറ്റോ പിന്നെ ബീൻസിൻ്റെ കുറുകൾ പിന്നെ ഇത് ബട്ടാണി ഇങ്ങനത്തതെല്ലാം ഇടും. ക്യാരറ്റെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ട ഞാൻ ഒരേ വിസിലാക്കിയത്. മുട്ട നോക്കി നല്ല കറക്റ്റായിട്ട് ബന്ധന്. ഇനി ഇതിനെല്ലാം തൊലിച്ച് വെച്ച് ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 8-9 പച്ചമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്ത് പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിനച്ചപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രഷാക്കി എടുത്ത്. നല്ല നൈസ് അറിയണമെന്നില്ല, ക്രഷാക്കിയാൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഓൾറെഡി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അതാക്കിയിട്ടില്ല. ഇപ്പോൾ കുക്കർ ചൂടായി പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കുറച്ച് ജാസ്തി തന്നെ, ബിരിയാണി കുറച്ച് ജാസ്തി തന്നെ ഒഴിക്കണത് എണ്ണ. പിന്നെ സ്പൈസസ് ഇട്ട് ചക്ക, ലവങ്ക, മറാഠി മുഗ്ഗ്, പിന്നെ സ്റ്റാർ ഫ്ലവർ, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് എല്ലാം കുറച്ച് കുറച്ച് ഇടുന്നത്. ജാസ്തി സ്പൈസസ് അത്ര ഇഷ്ടമില്ല. പിന്നെ ഒരു കഷ്ണം ബിരിയാണി ലീവ്സും ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കി വെച്ച ഉള്ളി ഇട്ടിട്ട് അതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നല്ല ഗോൾഡൻ കളർ നല്ല ഫ്രൈ ആവുന്നിടത്തോളം ഇങ്ങനെ മിക്സാക്കാം. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചാൽ നല്ല ഫ്രൈ ആവുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് നല്ല ഗോൾഡൻ കളറായിന്. ഫ്ലെയിം ഒരു മീഡിയമിൽ വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി കിട്ടും. ഇതിൽ കുറച്ച് ഉള്ളി ഞാൻ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ച് പിന്നെ ലാസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കി വെച്ച് തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കാം. തക്കാളി നല്ലോണം വെന്തോടെയാണ് ഇങ്ങനെ. അതിന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ടെന്ന് എന്നിട്ട് അതിനെ നല്ലോണം മിക്സാക്കുക. ഇങ്ങനെ സ്നാഷ് ആക്കണം അതിനെ നല്ലോണം, അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എന്നിട്ട് നേരത്തെ ക്രഷാക്കി വെച്ച് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് അതിനെ നല്ലോണം മിക്സാക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം മിക്സാക്കണം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ടു
ഞാൻ പിന്നെ ജാസ്തി ഒന്നും മസാല ഇടില്ല, കുറച്ച് തന്നെ ഇടുന്നത്. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. പിന്നെ കുറച്ച് തൈര്, ഒരു അര കപ്പിൻ്റെ അത്ര തൈര് ഒഴിച്ചിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ മുട്ടയ്ക്കെല്ലാം നല്ല പാങ് മസാല പിടിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഫുള്ള് സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് ഇനി ഈ മുട്ടേനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട ഓൾറെഡി വെന്ത കൊണ്ട് ഇങ്ങനെ മസാല എല്ലാം മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് കിട്ടാൻ മതി. എല്ലാം ഒന്നിച്ചിട്ടിട്ടൊക്കെ എല്ലാം പൊടിയാവും. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ബീൻസ് കുരു ഇട്ടിന്, അല്ലെങ്കിൽ ബട്ടാണി ഇട്ടെങ്കിൽ നല്ല ഉണ്ടാകുന്നു. ഞങ്ങൾക്കിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടം. ബിരിയാണിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഇനി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അളവിൽ ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുക്കുന്നത്. എനിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന്. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കി ഇനി ഇതിലേക്ക് നല്ലോണം കയറ്റി ഊറ്റി വെച്ച അരി ഇടാം. എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായി, അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. ഇപ്പോൾ ഈ ടൈമിൽ നോക്കണം, ഉപ്പ് കുറവ് ജാസ്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റാക്കിയിട്ട് ഇടണം. ഉപ്പ് കുറച്ച് ജാസ്തി ഉണ്ടാവണം. അപ്പോൾ ഇത് ബിരിയാണി റൈസ് കുക്കാകുമ്പോൾക്ക് കറക്റ്റായിട്ട് ഉപ്പ് കുറച്ചിട്ടുണ്ടാകുന്നു. പിന്നെ മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കിയാൽ മതി. ഇപ്പോൾ കുക്കർ ഒരു വിസിലായിന്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതിൻ്റെ ഹെയർ പോകുമ്പോഴത്തേക്ക് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 5-6 കാന്താരി മുളകും, ഒരു പകുതി ഉള്ളി, കുറച്ച് പുളി, കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം നെയ്സും ആകാൻ പാടില്ല, നല്ലോണം തരി ഉണ്ടാകാൻ പാടില്ല, ഒരു മീഡിയമായിട്ട് ജസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കാം. അങ്ങനെ ചട്നി അരച്ചിട്ടായ പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്ത് മോളെ ഫ്രണ്ട്സുകളെല്ലാം വന്നിന്. അങ്ങനെയായിട്ട് അങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടുള്ളത്. ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ പോയിന്. ലിഡ് ഓപ്പൺ ആക്കിയിട്ട് നേരത്തെ ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച് ഉള്ളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ആക്കിയ പിന്നെ അതിൻ്റെ മേലെ നേരത്തെ ഞങ്ങൾ മാറ്റി വെച്ച മുട്ട ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ദമ്മായി കിട്ടും. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് വന്നിട്ട് ഒരു പ്ലേറ്റിൽ നല്ല ചൂട് ചോറ്, പിന്നെ മുട്ട, പിന്നെ ഞാൻ കുറച്ച് സലാഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് സലാഡ് എടുത്ത് ഞാൻ ചോറെല്ലാം കുറച്ച് എടുക്കൽ. എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ഐറ്റം ആക്കിയിട്ട് ഇങ്ങനെ വിളമ്പുന്നത് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കൊണ്ട് ഞാൻ നൈറ്റ് കുറച്ച് ചിക്കൻ കറി ആക്കിയതുകൊണ്ട് ചിക്കനും പിന്നെ പൂക്കോസ് പിന്നെ ബീൻസിൻ്റെ കുരുവെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഇടാം. പിന്നെ കുറച്ച് ക്യൂക്കുംബർ, ക്യാരറ്റ്, കുറച്ച് അച്ചാർ, പിന്നെ കുറച്ച് ചട്നി, പിന്നെ ഒരു പപ്പടം എടുത്തിട്ട് ലഞ്ച് കഴിച്ച് പിന്നെ വൈകുന്നേരം 4 മണിൻ്റെ ശേഷം ഞാൻ ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ സാൻഡ്വിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, ഉള്ളി, തക്കാളി ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കി വെച്ച് അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എല്ലാം പകുതി എടുത്തത്. എന്നിട്ട് അതിനെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കി എടുത്ത്. ഞങ്ങളവിടെ കുട്ടികൾ വെജിറ്റബിൾസ് ഒന്നും തിന്നുന്നില്ല. അങ്ങനെ കൊണ്ട് ഞാൻ എല്ലാ സാൻഡ്വിച്ചിക്കും ഇത് മക്രോണി, മാഗി എന്താക്കുന്നതും ഞാൻ നല്ലോണം വെജിറ്റബിൾസ് ഇട്ടിട്ട് ആക്കൽ. പിന്നെ പാൻ ചൂടായി പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സാക്കി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടാം. ഇല്ലെങ്കിൽ മുട്ട ഇങ്ങനെ ചിക്കിയിട്ട് അതും ഇടാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല, ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് ആക്കിയത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം മിക്സാക്കാം. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഇപ്പോൾ ഒരു പകുതി കുക്കായാൽ മതി, വെജിറ്റബിൾസ് നല്ലോണം കുക്കാവണമെന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കാം. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ ചാട്ട് മസാലയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി
ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാവാൻ വെക്കാം. പാൻ ചൂടായ പിന്നെ അതിലേക്ക് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഫുള്ള് സ്പ്രെഡ് ആവണത്. ഇതിൻ്റെ സൈഡിലെല്ലാം നല്ലോണം ബട്ടർ തേച്ചിട്ട് ഇങ്ങനെ ഓരോ പീസ് ബ്രെഡ് വെച്ച് കൊടുത്ത് ഒരു സൈഡ് ഫ്രൈ ആയ പിന്നെ അതിനെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് എനിക്ക് മുട്ട പൊട്ടിച്ചിട്ട് നല്ല ഉണ്ടാവും. പിന്നെ ചീസ് സ്ലൈസ് എല്ലാ ബ്രെഡിലും ഓരോ പീസ് ഇങ്ങനെ വെച്ച് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ബ്രെഡ് വെച്ച് അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയ പിന്നെ ഇതിനെല്ലാം തിരിച്ചിട്ടിട്ട് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് അങ്ങനെല്ലാം തിരിച്ചിട്ട് ഫ്ലെയിം മീഡിയം ടു സ്ലിമ്മിൽ വെക്കണം, ഫുള്ള് വെക്കാൻ പാടില്ല. അങ്ങനെ രണ്ട് സൈഡും പാങ്ങിൽ ഫ്രൈ ആക്കി എടുക്കണം. ആ ബട്ടറെല്ലാം എല്ലാത്തിനും മിക്സ് ആകാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ആക്കിക്കൊണ്ടുള്ള നല്ല ചീസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമായിട്ട് നല്ല പാങ്ങുണ്ടാകുന്നത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്ത് നല്ല ഉണ്ടാകുന്നു. നോക്കി നല്ല ഉള്ളിൽ നല്ല ചീസി ആയിട്ട് നല്ല പാങ്ങുണ്ടായി. നല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾ വെജിറ്റബിൾസ് തിന്നാത്ത കുട്ടികളും പാങ്ങ് തിന്നും ഇങ്ങനെല്ലാം ആക്കി കൊടുത്താൽ. അങ്ങനെ സാൻഡ്വിച്ച് ആക്കിയിട്ട് വൈകുന്നേരം കട്ടൻ ചായ വെച്ച് ഞങ്ങളെല്ലാം ചായ കുടിച്ച് അങ്ങനെ വൈകുന്നേരം ചായ എല്ലാം കുടിച്ചിട്ടായ പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ഞാൻ പൂച്ചെടീൻ്റെ ഇടയിൽ കുറച്ച് ക്ലീനാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.